ശ്ശോ, കുറേ നേരമായല്ലോ കാണുന്നില്ല. ദേ പാറു, ഇവളെന്താ ഇവിടെ? ആ നേരാണല്ലോ, കുറേ നേരം മുമ്പ് വന്നതാണല്ലോ. എന്താ ഇവിടെ നിൽക്കണേ? നമുക്കേ ഒരു കാര്യം ചെയ്യാം, അവിടെ മാറി നിന്ന് നോക്കാം ഇവിടെ എന്താ ചെയ്യാൻ പോണേന്ന്. ആ ശരിയാ, നമ്മളെ കണ്ടിട്ടില്ല, ഭാഗ്യം. അയ്യോ, ഇങ്ങനെ പോയ ബെല്ലടിക്കാലോ, ഒന്നും പറയാൻ പോലും സമയമില്ല. അയ്യോ, അവളടുത്തോട്ട് വന്നിട്ട് കണ്ടുപിടിച്ചാൽ തീർന്നു. അയ്യോ നേരാണല്ലോ, ഇതിപ്പോൾ കണ്ടുപിടിക്കും. ഹലോ പാറു. ആ വന്നോ? ഹലോ, എന്താ ഇത്ര വയ്യേ? അതോ ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായി, അതാ. കുറേ നേരമായോ വെയിറ്റ് ചെയ്യുന്നു? ഓ അതാണോ, ഞാനൊന്ന് സ്കൂളിൽ പോയി ബാഗ് വെച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ നീ അത് കണ്ടോ? ഇവനല്ലേ അവൻ പള്ളിയിലെത്തിനാവാൻ പോവാന്ന് പറഞ്ഞിട്ട്? അതെ, ഇതവൻ. ഇനിയിപ്പോൾ അവൾക്ക് വലിയ കുറ്റബോധം തോന്നി സോറി പറയാൻ വന്നതായിരിക്കും. നോക്കാം എന്താ നടക്കണേന്ന് നമുക്കറിയാലോ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ മൈക്കിളിനും എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ. ആദ്യം മൈക്കിൾ പറ, എന്നിട്ട് ഞാൻ പറയും. ഏയ്, ആദ്യം പാറു പറഞ്ഞോ. ഇല്ല ഇല്ല, ആദ്യം മൈക്കിൾ തന്നെ പറ. ആ ശരി, തർക്കം വേണ്ട, ഞാൻ തന്നെ പറയാം. അത് പാർവതിക്ക് ലൈൻ ഉണ്ടല്ലേ? പാർവതിയുടെ ലൈനിൻ്റെ പേരെന്താ? ലൈനോ? എനിക്കോ? എന്താ ആദ്യമായിട്ട് കേൾക്കണ പോലെ? അല്ല, എനിക്ക് ലൈൻ ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ആ അതൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് എനിക്ക് ലൈൻ ഇല്ലല്ലോ. ലൈൻ ഇല്ലേ? മേഴ്സി പറഞ്ഞല്ലോ. മേഴ്സിയോ? അവളെന്താ ഇങ്ങനെ തുടങ്ങുന്നേ? ആ എന്തെങ്കിലും ഓട്ടെ പോട്ടെ. അതെ മൈക്കിൾ, എനിക്ക് മേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാനുണ്ട്. ആ എനിക്കും എന്തോ പന്തികേടുണ്ട്, നമുക്കതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. അതെ അതെ, ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. പാർവതിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറ, എന്നിട്ട് നമുക്ക് സ്കൂളിലോട്ട് പോകാം. അത് പിന്നെ ഞാൻ പറയാവേ. അത് പിന്നെ എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പം തന്നെ പറയാം. എന്തായാലും പറയുന്നേ. അത് 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 അതുണ്ടല്ലോ മൈക്കിൾ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഷെയറും ചെയ്യണം.